എല്ലാവരും മമ്മൂക്കയുടെ കാറിൽ കയറിയ കഥ പറയും. കാരണം പേടിയാണ്. മറ്റാണ് മുകുന്ദന്റെ കാറിൽ മമ്മൂക്ക 3 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. ആണോ? ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ നമ്മുടെ ഷൂട്ടിംഗ് സമയത്ത്, ജ്വാലയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഫംഗ്ഷൻസ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫംഗ്ഷൻ സ്ഥലത്തേക്ക് അന്ന് വളരെ വിശദമായിട്ട് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. വൈകിട്ടാണ് ഫംഗ്ഷൻ. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിക്ക് ഞാനിങ്ങനെ രാവിലെ ഇറങ്ങിപ്പോയി പെട്ടെന്നൊരു കോള് അലിയാർ സാറിൻ്റെ മൂന്നിന് എവിടെ എത്തുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അവിടേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ്, ഫംഗ്ഷൻ സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പങ്കജ് വഴി ഒന്ന് വാ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പോയി. അപ്പോൾ പുള്ളി അവിടെ നിന്ന് എന്തോ സാധനം കൊടുത്തു വിടാൻ എന്താണെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വരുമ്പോൾ കൂടെ നോക്കുമ്പോൾ താഴേക്ക് മമ്മൂക്കയും വരുന്നു. മമ്മൂക്ക വന്നിട്ട് അവർ തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചിട്ട് അതിന് പറഞ്ഞു അപ്പം ഞാൻ ഇവരുടെ കൂടെ പോവാം. ഞാൻ എങ്ങോട്ട് പോകണം? കാരണം എനിക്ക് ഇനി എന്താണെന്ന് പറഞ്ഞില്ല കാര്യം. അപ്പം എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ പോലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് അടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നമുക്ക് ഇരിക്കുന്നത്. നമുക്കാണെങ്കിൽ ചോദിച്ചാൽ കൊള്ളാമല്ലോ, വേറൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നും എൻ്റെ തലയിൽ പോലും. കാരണം മൂപ്പർ അവിടെ ഡ്രോപ്പ് അവിടേക്ക് വരികയാണ്. ഞാൻ രാവിലെ ഈ ഇതിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ നടക്കണോടത്തേക്ക് സ്വന്തം പ്രോജക്റ്റിൻ്റെ സംഭവങ്ങളല്ലേ. അപ്പോൾ അവിടെ വന്ന അപ്പോൾ എന്തിനാണ് എൻ്റെ കൂടെ വിട്ടതെന്ന് എനിക്കിപ്പോഴും ഇന്നും അറിയില്ല. ഇത് ചോദിക്കാൻ പറ്റുമോ? അലിയാർ സാറോട് ചോദിച്ചാൽ അല്ല അലിയാർ സാർ എന്താ നമ്മുടെ കാറിലൊക്കെ നമുക്ക് എങ്ങനെ നമ്മളതൊരു ഭയങ്കരമായ, അതായത് ജീവിതത്തിൽ അത് എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ അദ്ദേഹം പങ്കജ് ഹോട്ടലിൽ നിന്ന് സ്ഥിരം പങ്കജിലാണ് താമസിച്ചിരുന്നത്. അവിടെ നിന്ന് വഴുതക്കാട് വരെ ഞാൻ അദ്ദേഹത്തിൻ്റെ സാരഥിയായിട്ട് വണ്ടി ഓടിച്ചു, എൻ്റെ കാറിൽ സഞ്ചരിച്ചു. അതൊരു ഭയങ്കര കാരണം മമ്മൂക്കയുടെ കാറിൽ പലരും കയറിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാറിൽ മമ്മൂക്ക ഒരിക്കലും കയറുക എന്ന് പറഞ്ഞതൊരു ജീവിതത്തിൽ പോലും സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യം. റിയ, എന്താണ് വാട്ട് ആർ യുവർ ഹോബീസ്? യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര യാത്രയാണ്. എവിടൊക്കെയാ പോകുന്നത്? ഡൽഹി, തിരുവനന്തപുരം. ഡൽഹിയിലാണ് പഠിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ അഭിനയിച്ച് പഠിക്കുന്ന സാധാരണ ആൾക്കാർ ബസ്സിലേക്കല്ലേ വരുന്നത്. വലിയൊരു സംഭവമാണല്ലോ. കാരണം ഇവിടുത്തെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് ഡൽഹിയിൽ നിന്ന് പറന്നു വരുന്നു. എത്ര ദിവസം ഷൂട്ട് വരും? 10 ദിവസം 10 ദിവസം താഴെ അടുപ്പിച്ച് ഷൂട്ട് ചെയ്യുന്നു. വീണ്ടും ഡൽഹിയിൽ പോയി പഠിക്കുന്നു. അപ്പം വീട്ടുകാരൊക്കെ ഡൽഹിയിലാണോ? അല്ലല്ല, വീട്ടുകാര് ഇവിടെ. അപ്പൊ അവിടെ ഹോസ്റ്റലിലോ? ഒരു വാടക വീട്ടില്. അപ്പൊ അവിടെ പോയി പഠിക്കുന്നത്. എന്തിനാ പഠിക്കുന്നത്? ഞാൻ എൻ്റെ 2ാമത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ സൈക്കോളജി. പ്രയാസമാണ്. ഞങ്ങൾ ആദ്യത്തെ ഗ്രാജുവേഷൻ ഏതിലായിരുന്നു? ഫിലോസഫിയിൽ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഇപ്പോൾ സൈക്കോളജി. അടുത്ത എന്തെടുക്കാനാണ് പ്ലാൻ? ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇതിനുള്ള സൈക്കോളജി കണ്ടിന്യൂ ചെയ്യാം, അല്ലെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് എന്തെങ്കിലും പഠിക്കാം. അത് സത്യത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കും. ഇപ്പം ട്രാൻസ്മാൻ കഥ അല്ലാത്തൊരു കഥയായിട്ടാണ് എനിക്ക് അഭിനയിക്കാൻ യാതൊരു ഉദ്ദേശവും അങ്ങനെ ഉണ്ടായിരുന്ന ആള് ഇല്ലാന്നല്ല. ഇപ്പം പിന്നെ ഉണ്ട്, ധൈര്യം ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ട്രാൻസ്മാൻ കഥയൊക്കെ ചെയ്യുന്നു സീരിയലിൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. കൊള്ളാലോ, പഴയ സീരിയലൊന്നും അല്ല, വൻ സീരിയലൊക്കെ മാറി എന്ന് പറയുന്ന. അപ്പോൾ ട്രാൻസ്മാൻ ചെയ്യുന്നു എന്തെങ്കിലും ഒരു ഭാവിയിൽ കാരണം വേറൊന്നുമല്ല. ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 1.25 വർഷമായി. സാധാരണഗതിയിൽ നമ്മളെല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പേടിപ്പിക്കുകയല്ല. അതായത് നമ്മളൊരു കഥാപാത്രം ചെയ്യുന്ന ഒരു സിനിമയിൽ പോലും ഒരു 30 ദിവസമോ 40 ദിവസമോ ഒരു കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു ഒന്നിനൊക്കെ അറിയാം, ഒരു 20 ദിവസമെങ്കിലും എടുക്കും അതിനകത്തൊന്ന് മാറാൻ വേണ്ടിയിട്ട്, ആ ക്യാരക്ടറിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു 20 days എങ്കിലും എടുക്കും. അപ്പോൾ 1.5 വർഷം ഇങ്ങനെ അഭിനയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പയ്യൻ ആലോചനയ്ക്ക് വരുമ്പോഴത്തേക്ക് അവൻ്റെ അടുത്ത് പറയാണ് എന്താണ് എന്നുള്ളൊരു ട്രാൻസ്മാൻ ആയി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. പേടിയുണ്ടോ? ഇല്ലേ? അങ്ങനത്തെ പേടിയൊന്നും ഒരു തരത്തിലും ഇല്ല. അറിയാം കാര്യം അങ്ങനൊരു സംഭവമേ ഇല്ല. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടൊരു ഭയങ്കര റൊമാൻറ്റിക് സെന്റിമെന്റലും നമ്മളിങ്ങനെ കൈവെള്ളയെ കൊണ്ടു നടക്കണം. അങ്ങനത്തെ ഒരു വ്യക്തിയാ. അതുകൊണ്ട്
കൈവെള്ളയില്ലേ അത് ശരി ഞാൻ അപ്പൊ അതുകൊണ്ട് ഒരു ചൊറിയം വീഴും. അതുകൊണ്ട് അങ്ങനെയൊന്നും റിയക്ക് ഒരു പേടിയേ ഇല്ല. ഇല്ല ഭയങ്കര പെണ്ണിന്റെ ഭയങ്കര ക്വാളിറ്റീസ് ഉള്ളത്. ഇത് സ്വന്തം അമ്മയായിപ്പോയെന്ന് തോന്നുന്നു. ഭയങ്കര ഭയങ്കര സപ്പോർട്ട്. നമ്മളെ കേൾക്കുന്നൊക്കെ ആദ്യമായിട്ട് കേൾക്കാം ഇത്ര കാര്യങ്ങളൊക്കെ. അത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞല്ലേ ഉള്ളൂ. കാരണം ക്യാരക്ടറായിട്ട് മാറുമെന്ന്. ഇവര് രണ്ടുപേരും മാറിയിരിക്കുന്നു. അമ്മയും മോളുമായി ഞങ്ങള് അപ്പം അക്കാല ഈ സീരിയലിലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടേ ഭയങ്കര സപ്പോർട്ടീവായൊരു അമ്മയാ.